സാധനം വെച്ചു ഇന്നോവേഷൻ ആയി. ഇപ്പം എന്തോരം സ്ഥലത്ത് ഈ രാജ്യത്ത് മാത്രമൊന്നുമല്ല, വേറെ രാജ്യത്തും തേങ്ങയുള്ള എല്ലാ രാജ്യത്തും ഇപ്പം ഈ പാല് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായത്? ഇന്നോവേഷൻ ആണ്. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു മോഡിഫിക്കേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അതെല്ലാം ഇന്നോവേഷൻ. ആദ്യകാലം ഉണ്ടാക്കിയ ആള് പേന എന്ന് പറയുന്ന സാധനത്തിൽ പല ഫോമുകളിലും ഉണ്ടാക്കി. പിന്നെ അത് പേനയായി. പേന ഉണ്ടായ സമയത്ത് എനിക്ക് ആപ്പില്ലായിരുന്നു. മനസ്സിലായി? പിന്നെ ആരോ ഒരാളുടെ തലയില് ഇതേപോലെ ഐഡിയൊക്കെ പറഞ്ഞ സമയത്തായിരിക്കും അയാളൊരു ക്യാപ്പ് കണ്ടുപിടിച്ച് അതിലേക്ക് വെച്ചപ്പോഴാണ് പേനയ്ക്ക് ക്യാപ്പുള്ള പേന ഉണ്ടായത്. അപ്പൊ ആ ക്യാപ്പ് എന്ന് പറയുന്നത് അവിടെ ഇന്നോവേഷനാണ്. പേന എന്ന് പറയുന്ന ഇന്നോവേഷൻ അല്ലെങ്കിൽ ക്യാപ്പ് അവിടെ ഒരു ഇന്നോവേഷനാണ്. മനസ്സിലായി? ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നടന്ന ആരോ പോക്കറ്റിൽ ഇട്ടപ്പോ ഈ സാധനം പോക്കറ്റിൽ ചാടി പോയി കാണും എന്തെങ്കിലും. അപ്പൊ അയാൾ ചിന്തിച്ചു കാണും ഇത് ചാടി പോവാതിരിക്കാൻ എന്താ ചെയ്യണം. അപ്പൊ എന്തുണ്ടായി? ആ ക്യാപ്പിന്റെ അറ്റത്തൊരു ക്ലിപ്പുണ്ട്. അപ്പൊ ഒരു സൂപ്പർ പവറിൽ പേനയും ക്ലിപ്പും ക്യാപ്പും എല്ലാവരും ഉണ്ടായതാണോ? അല്ല. മനസ്സിലായി? അങ്ങനെയാണ് ഇന്നോവേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മളെ കൊണ്ടൊക്കെ ഈ പേനയുടെ ക്ലിപ്പ് കണ്ടുപിടിച്ചാൽ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാവും. അല്ല, അവരൊരു റിയൽ ടൈം ആവശ്യം ഉണ്ടായി. ആ റിയൽ ടൈം ആവശ്യം ഉണ്ടായപ്പം ആ ആവശ്യത്തിന് അവരൊരു സൊല്യൂഷൻ ആലോചിച്ചു. ആ സൊല്യൂഷൻ ഒരു ഇന്നോവേഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ ചുറ്റുപാടുള്ള ഇഷ്ടംപോലത്തെ പ്രോബ്ലംസ്, റിയൽ ടൈം പ്രോബ്ലംസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വലിയ മെഷീൻ ലേണിംഗ് വെച്ചിട്ടുള്ള പ്രോബ്ലം, റോബോട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലം തന്നെ ഇന്നോവേഷൻ ആയിട്ട് കണ്ടുപിടിക്കണം യാതൊരു നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ പറ്റും, അതും പറ്റും. പക്ഷെ അതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കൊച്ചു പ്രോബ്ലത്തിലേക്കൊന്നും പോകില്ല. ക്ലിയറായും? അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ് ഒരു റിയൽ ടൈം പ്രോബ്ലം? നമ്മൾ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ നടക്കുന്നു, നമ്മൾ വീട്ടിൽ ചെയ്യുന്നു, നമ്മൾ ഓരോ ആക്ടിവിറ്റികൾ ചെയ്യാൻ പോകുന്നു. ആ ചെയ്യുന്ന ഓരോ സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്താൽ ആ ഡിഫിക്കൽട്ടി എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ മേശ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും നമുക്കറിയാലോ, വൈകുന്നേരം നമ്മൾ പഠിക്കാനിരിക്കുന്ന മേശയുടെയും നമ്മൾ ഇരിക്കുന്ന റൂമിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് ഏകദേശം ഊഹിക്കാം. അല്ല, മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഊഹിക്കാൻ പറ്റും ഏതവസ്ഥയിലായിരിക്കും കിടക്കുന്നതെന്നോ. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇത് അടുക്കി പറക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ ചെയ്യുന്നത്. അപ്പൊ പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ സാധനം തന്നെത്താനെ ഒന്ന് അടുക്കി പറിക്കാൻ വേണ്ടി. എന്തെങ്കിലും ഒരു സിസ്റ്റം മേശയിലിരിക്കുന്നതിന് എല്ലാത്തിനെയും കൂടി എടുത്ത് അടുക്കി പറക്കി വെക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പണിയുണ്ടാകും. അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും തോന്നുന്നതല്ലേ ഇന്നോവേഷനാണ് എത്തുന്നത്. ഇതാണ് ഇന്നോവേഷൻ. റിയൽ ടൈമായിട്ട് നമുക്കൊരു പ്രോബ്ലം ഫീൽ ചെയ്താൽ അത് എന്ത് ടൈപ്പ് പ്രോബ്ലം ആവും. കമ്പ്യൂട്ടർ റിലേറ്റഡ് തന്നെ ആവും, ഒരു നിർബന്ധം. മനസ്സിലായി? എല്ലാ കമ്പ്യൂട്ടർ റിലേറ്റഡ് പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു ഇന്നോവേഷൻ ഉണ്ടാക്കാൻ എളുപ്പമായി. മനസ്സിലായി? കമ്പ്യൂട്ടർ റിലേറ്റഡ് കുറച്ചുകൂടെ അങ്ങ് ചെല്ലും. കമ്പ്യൂട്ടറിന്റെ മെഷീൻ ലേണിംഗ് അപ്പുറത്തോടെ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിലൊക്കെ ഇന്നോവേഷൻ ഉണ്ടായിപ്പോഴും തന്നെ. പക്ഷെ ഇത് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ജനറൽ കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളെ പോലെ കുറെ കുട്ടികളുടെ ഒരു ക്ലാസ്സിന്റെ കഥയാണ് 5 വർഷത്തെ ഇന്റർനാഷണൽ എംസി. ഇവിടെ ഇന്റർനാഷണൽ എംസി എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിന് അവിടെ അമൽജോലി കോളേജിലെ ഇന്റഗ്രേറ്റഡ് എംസിയുടെ 5 ഇയറില് 4th ഇയറിൽ എത്തി നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. അവിടുത്തെ ക്ലാസ് ടീച്ചറിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് അങ്ങ് തുടങ്ങിയാല് തീരുന്നിടം വരെ ടീച്ചറും അനുഭവിക്കും, പിള്ളേരും അനുഭവിക്കും. അല്ലേ? വേറെ ഒരു ഗതിയില്ല. എന്നെ കാണുക എന്നുള്ളതല്ലാതെ ആ പിള്ളേരെ സംബന്ധിച്ച് വേറെ ഒരു രക്ഷയുമില്ല. 4ാമത്തെ വർഷം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിന്റെ ക്ലാസ് ഇൻചാർജാണ്. അപ്പൊ ഒരു 7ാമത്തെ സെമിസ്റ്ററിൽ എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്രെഡിറ്റ് കോഴ്സ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. നെറ്റീവില് നോൺ ക്രെഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നുമില്ല, ക്രെഡിറ്റ് പോയിന്റ് ഇല്ല. വെറുതെ നമ്മൾ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ആഴ്ചയിൽ ഒന്ന് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അങ്ങനെ വന്നപ്പോ അതിന് മുന്നേ ഒരു കോമ്പറ്റീഷൻ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു കോമ്പറ്റീഷനില് ഞാൻ കുറച്ച് പിള്ളേരെ അവർക്ക് ഈ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുന്നവര്. അതിനകത്ത് 5-6 പിള്ളേർ ഇന്നോവേഷൻ താല്പര്യമുള്ള പിള്ളേര് വന്നു. രാത്രിക്ക് ഞങ്ങൾ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ വെച്ച് കൂടി ഡിസ്കസ് ചെയ്തു. അതിന് അവരത് സബ്മിറ്റ് ചെയ്തില്ല. അതൊരു കുട്ടിക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ഹാക്കത്തോട് ഫസ്റ്റ് പ്രൈസ് 75,000 ഫസ്റ്റ് പ്രൈസ്. അപ്പൊ ആ പിള്ളേർക്ക് അതിൽ കുറച്ച് മോട്ടിവേഷൻ വന്നു. അപ്പൊ ഈ അവരിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ വെറുതെ കുറച്ച് കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചു. നമ്പർ 1 2 3 4 എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തിരിച്ചു. എന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 2 അവർ. അതായത് ഇതിന്റെ ഒരു പ്രൊസീജിയർ നടന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ കുട്ടികൾ ഇരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരാൾ ചിന്തിച്ചാൽ പറ്റുന്നതിന്റെ 4 ഇരട്ടി 2 പേർക്ക് ചിന്തിച്ചാൽ കിട്ടും. ഇല്ലേ? പണി ചെയ്യുമ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ. ഒരാളുടെ എഫക്ട്
അല്ല രണ്ടുപേരാകുമ്പോഴത്തേക്കും രണ്ടുപേരുടെ എഫക്റ്റ് അല്ല 4 പേരുടെ എഫക്റ്റ് തിങ്കിങ് പ്രോസസ്സിൽ. അത് അപ്പൊ 2, 3, 4 പേര് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ റിയൽ ലൈഫ് ആയിട്ടുള്ള പ്രോബ്ലം ആലോചിക്കാൻ പറഞ്ഞപ്പോ പിള്ളേർ പല കാര്യം ആലോചിച്ചു. ലാപ്ടോപ്പ് ഉണ്ട്, ഉള്ള സാധനം അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പിള്ളേര് പലരും തേങ്ങ വരയ്ക്കുന്നത്, പഴുക്ക വരയ്ക്കുന്നത്, കൊക്ക വരയ്ക്കുന്നത്, എല്ലാ സാധനവും. അതൊക്കെയാണല്ലോ റിയൽ ടൈം പ്രശ്നങ്ങൾ. പിള്ളേരോട് വീട്ടിൽ നിന്ന് ചുറ്റുമുള്ള ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ മൊബൈലിനകത്ത് പോയി ടെച്ചിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഈ സാധനമൊക്കെ ഓൾറെഡി ആരാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പൊ പിള്ളേര് പറഞ്ഞു, അയ്യോ ഇതെല്ലാം നമ്മൾ ഉണ്ടായി കൊണ്ട് ആരോടൊക്കെ ചിന്തിച്ചുണ്ടാക്കി. ആയിക്കോട്ടെ, വീണ്ടും ചിന്തിച്ചോളുക, വീണ്ടും ആലോചിച്ചോളുക. പലരും കിണർ തേങ്ങൽ തൊട്ട് സകലമായ കാര്യങ്ങൾ ആലോചിച്ചു ഒരു വട്ടം, 2 വട്ടം പല അവറുകളാണ്. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുട്ടി, അതായത് അവിടെ ഒരു ബിൽഡിങ്ങിന് 8 നിലയുള്ള ബിൽഡിങ്. അപ്പൊ ഈ കുറച്ചിങ്ങനെ ഉള്ളിലേക്കുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് അതിന്റെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ കുറെ റബ്ബർത്തോട്ടം പോലെ കിടക്കുന്നത്. ഈ എരിമേലും ഭാഗമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ഥലമാണ് ഇവിടെ മുന്നേ ഇങ്ങനെ റബ്ബർ. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ സൈഡില് മൊത്തം തേനീച്ച കൂടുകയും ചെയ്തു. അതായത് ഇതിങ്ങനെ 5-8 നിലയുടെ പുറകിൽ പോയിട്ട് ഈ തേനീച്ചനെ കളയാൻ എളുപ്പമല്ലല്ലോ. ആളുകളുള്ള സമയത്ത് ഇതിനെ കാണിച്ച് കുത്തും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് അവിടെ ഒരു പരിപാടിക്ക് ഡ്രംസ് അടിച്ച വകയില് അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങിലും തൂങ്ങിക്കിടന്ന തേനീച്ചയാണെങ്കിൽ 100 പിള്ളേർക്ക് 2-3 പിള്ളേരെ കൊണ്ട് ആശുപത്രി വരെ പോകേണ്ടി വന്നു. അപ്പൊ ഡ്രംസ് അടിച്ചാൽ തേനീച്ചയാണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അവജോലിക്കാർ മനസ്സിലാക്കി തന്നു. ഡ്രംസുകാർ ആദ്യം കിട്ടിയത് അവർ ഡ്രംസ് പിടിച്ചോണ്ട് പോയി. കുറെ പിള്ളേർക്ക് വന്നേരം ഞാൻ വണ്ടി ഉണ്ടാകുന്നതോട് കൂടി വണ്ടിക്കകത്ത് ചെറിയ അടച്ചുകൊണ്ട് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ തേനീച്ച ശല്യമുണ്ട്. അപ്പൊ ഒരു ദിവസം കൊച്ചു റൂമിനകത്ത് കയറി വന്നു കഴിഞ്ഞപ്പോ ഈ ഐഡിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്താ കയറി വന്നു കഴിഞ്ഞപ്പോ ഞാനിരിക്കുന്ന റൂമുണ്ട്. അതിങ്ങനെ ഒരു 5ാം നിലയിലാണ്. അതിന്റെ റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ജനല് തുറന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം സെല്ലാണ്. എപ്പോഴും ആള് കാണിയേക്കാം. അതിന് ജനല് തുറന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഈ പിരിച്ചു കയറി വരും. അതിന് തൊട്ട് വേണ്ടി ഇങ്ങനെ ഒരു ജനലിന്റെ പദ്ധതി വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക വരത്തേനാണ്. അപ്പൊ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എനിക്ക് കുത്ത് കിട്ടി. അപ്പം ഈ കുട്ടി ഇത് കണ്ടു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ റിയൽ ടൈം പ്രോബ്ലം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത് കണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ പറയുന്ന തേനീച്ച കുട്ടികൾ ഈ ബിൽഡിങ്ങിന്റെ പുറകിൽ കൂട് കെട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ റിയൽ ടൈം പ്രോബ്ലം കണ്ടു, തേനീച്ചനെ കണ്ടു, തേനീച്ചയുടെ കുത്ത് പോസിബിലിറ്റി കണ്ടു. ഇവിടെ ഇങ്ങനെ തുണി കിടക്കുന്നത് റെഗുലറായിട്ട് അവർ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഇതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ സാധാരണ ചെയ്യുന്ന കത്തിക്കുക, മരുന്നിടുക, ഇങ്ങനെയൊക്കെ. അന്നേരം അതിനെന്നാ സംഭവിക്കുന്നത്? എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അത് നശിച്ചു പോകുമോ? ഇല്ല, പോകുമല്ല ചെയ്യുന്നത്, നശിച്ചു പോവുക ചെയ്യുന്നത്. എക്കോ ഫ്രണ്ട്ലി അല്ല, സാധനത്തിനെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അത് പ്രശ്നം. അങ്ങനെ സാധനത്തിനെ നശിപ്പിച്ച് കളയുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു ഇന്നോവേഷൻ ആകിയത്. അപ്പൊ എന്ത് ചെയ്തു? ഈ സാധനം വന്ന് വിദ്യ വന്നിരുന്ന് കൂട് കൂട്ടിയാലേ പ്രശ്നമുള്ളൂ. കൂട് കൂട്ടണതിന് മുന്നേ ഇതിനെ അവിടെ ഇരുത്തിക്കാതിരിക്കുകയാണ് പ്രശ്നം തീർന്നത്. അപ്പൊ ആ കുട്ടികൾ ആ വഴിക്ക് ചിന്തിച്ചു. അതായത് എന്നിട്ട് അത് ഈ തേനീച്ച വന്ന് ഇരിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അതിന് ഇഷ്ടമില്ലാത്ത സ്മെല്ലുകളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ പെപ്പർ മിന്റിന്റെ ഒരു കോമ്പിനേഷൻ ആ കുട്ടികൾ തന്നെ കണ്ടുപിടിച്ചു. ഈ പെപ്പർ മിന്റിന്റെ ഒരു കോമ്പിനേഷൻ പല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ സ്മെല്ല് തേനീച്ചയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് വന്നിരിക്കുക 2 ആഴ്ചത്തേക്ക് വന്നിരിക്കും. അപ്പൊ പിള്ളേർ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും തേനീച്ച കൃഷി ചെയ്യുന്നവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അവരവിടെ തന്നെ ഒരു കൂടിന്റെ വിലയൊക്കെ മേടിച്ചോണ്ട് പോയി അവിടെ ചെന്ന് ട്രയൽ നടത്തി 2 കൂടിലെ തേനീച്ച എന്നേക്കുമായിട്ട് പോകും. 2 കൂടിന്റെ കാശും കൊടുക്കേണ്ടി വന്നു. പക്ഷെ ട്രയൽ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ പെപ്പർ മിന്റിന്റെ കോമ്പിനേഷൻ ഭയങ്കര എഫക്റ്റീവ് ആണ് തേനീച്ച വന്നിരിക്കുന്നത്. തേനീച്ച കൂടിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് എഫക്റ്റ് ആയിരുന്നു അതിന്. അപ്പൊ അത് വെച്ചിട്ട് അവര് ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കി അതിനകത്ത് ടൈമർ ഫിറ്റ് ചെയ്തു. ആടുകളെ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് അത് ടൈമർ വെച്ചു. അപ്പൊ ആ ടൈമർ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ആഴ്ച 2 പ്രാവശ്യം സ്പ്രേ ചെയ്യണോ, 2 ആഴ്ച മുമ്പ് 1 സ്പ്രേ ചെയ്യണോ എന്ന ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ വിദ്യ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്ത് ചെയ്തോളും? അവിടെ ഇരുന്നോളും. പിന്നെ അത് വർഷത്തിൽ 1 റീഫിൽ ചെയ്യണം. അപ്പൊ തേനീച്ച കൂട് കൂട്ടത്തില്ല. ഇതിന്റെ സ്മെല്ലിരിക്കുന്നത് കൊണ്ട് അത് അവിടെ വരത്തി. മനസ്സിലായോ? ആ സാധനം ഇപ്പൊ പേറ്റന്റ് ഫയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഓൾറെഡി അങ്ങനെ എക്സിസ്റ്റിംഗ് ഇല്ല സാധനം. അതുകൊണ്ടാണ് നമ്മൾ പേറ്റന്റ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ പേറ്റന്റ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇന്നോവേഷൻ എവിടെ തുടങ്ങുന്നത് മനസ്സിലായല്ലോ. ഇനി വേറൊരു കുട്ടി, ഇതേ ക്ലാസ്സിൽ തന്നെ വേറൊരു കുട്ടി റിയൽ ലൈഫ് പ്രോബ്ലം ആലോചിച്ചുകൊണ്ട് നടന്ന് ഓരോ ദിവസം വരുമ്പോഴത്തേക്കും എനിക്ക് പ്രോബ്ലം എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓരോ ദിവസം ഇത് തന്നെ ആവാനാണ്. കുറെ ആളുകൾ ഇതിങ്ങനെ തലക്കി പിടിച്ച അവസ്ഥയായി. അപ്പൊ ഒരു കൊച്ചു വീട്ടിൽ ചെന്ന് റിയൽ ലൈഫ് പ്രോബ്ലം ചുറ്റുപാടുള്ള പ്രോബ്ലം
കണ്ടുപിടിച്ചു. ആ കൊച്ചിന്റെ പരിപാടിയാണ് രാവിലെ വൈകുന്നേരം അതിന്റെ വെല്ലുമ്പേടെ കണ്ണിന് മരുന്ന് ഒഴിക്കുന്നത്. ഈ കൊച്ചില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അതാണ് അവസ്ഥ. അപ്പൊ കൊച്ചു പിറ്റേ ദിവസം പ്രോബ്ലം ആയിട്ട് പറഞ്ഞേക്കും എന്റെ വെല്ലുമ്മയുടെ കണ്ണിലും ചെവിയിലും മരുന്ന് ഒഴിക്കണം, എന്താ ചെയ്യാൻ പറ്റും? അത് പ്രോബ്ലമിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചെയ്യാനായി അടുത്ത പേറ്റന്റിന് പോകാൻ വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോബ്ലം. മനസ്സിലായോ? റിയൽ ലൈഫ് പ്രോബ്ലം എന്താ വരുന്നതെന്ന് മനസ്സിലായി. അടുത്തൊരു കൂട്ടര് ആനേനെ വീടിന്റെ അടുത്തൊരു പറമ്പിൽ കൊണ്ടുപോയി കെട്ടുന്നുണ്ടായിരുന്നു. ആനേനെ കണ്ടോണ്ടിരുന്നിരുന്നു ഇതിന് എങ്ങനെ മയക്കുവെടി വെച്ച് ജയിക്കാന്നുള്ളത്, അതിന് വേഗം തന്നെ ഫിറ്റ് ചെയ്യാന്നുള്ളത് ആലോചിച്ച് അടുത്ത പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ ഒരു 3-4 പ്രോബ്ലംസ് ഒരേ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇന്റർവേഷൻ. മനസ്സിലായോ? ഒന്നും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഇന്റർനെറ്റ് സ്റ്റുഡൻസാ. പ്രോബ്ലം ഒന്നും കമ്പ്യൂട്ടർ സയൻസ് അല്ല, പക്ഷെ ഇന്റർവേഷൻ ഉണ്ടായോ? അതിനകത്ത് ഈ പറഞ്ഞ കണ്ണിന് മരുന്നൊഴിക്കുന്ന സാധനവും പിന്നെ വേറൊരു കുട്ടികള് വായിന് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈ മരുന്ന് നമ്മള് സ്റ്റിക്ക് ചെയ്യുന്ന നേരത്തൊക്കെ ഇത് ബാൻഡേജ് വായിലൊഴിക്കാൻ പറ്റത്തില്ലല്ലോ. വായിലൊഴിക്കാൻ പറ്റുന്ന ഡിസോൾവ് ആകുന്ന 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഡിസോൾവ് ആകുന്ന ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കോമ്പിനേഷൻ വെച്ച് അത് കണ്ടുപിടിച്ചു. അതായത് അതിൽ 2 എണ്ണത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗ്രാന്റ് കിട്ടും. അതില് ബീഹൈവ് എന്ന് പറയുന്ന ഇപ്പൊ പേറ്റന്റിന് പോയിരിക്കുന്ന സാധനത്തിന് ഓൾറെഡി അവിടെ കോളേജിൽ തന്നെ ഐസ്ക്വയർ യു എന്നും പറഞ്ഞ് ഫണ്ട് ചെയ്യുന്ന ഒരു ഇന്നോവേഷന്റെ സിസ്റ്റം ഉണ്ട്. അതായത് 15 പിള്ളേർക്ക് സർക്യൂട്ട് നോൺ സർക്യൂട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. ഇവിടെ ബിടെക് ഉള്ളതായതുകൊണ്ട് 15 പിള്ളേർക്ക് ഇത് 10,000 രൂപ വരെ ഫണ്ട് കൊടുക്കും ഇന്നോവേഷൻ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ ബീഹൈവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് അതിനകത്ത് ഫണ്ടഡായി. അതിൽ തന്നെ ഈ കണ്ണിന് മരുന്നൊഴിക്കുന്ന സാധനം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൂടാതെ മറ്റതിലും ഫണ്ടഡായി. അതായത് ഫണ്ടഡ് പ്രോജക്റ്റ് തന്നെ കുറച്ച് പിള്ളേർ ഒരുമിച്ച് ചിന്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു ക്ലാസ്സിൽ തന്നെ എത്ര ഫണ്ടഡ് പ്രോജക്റ്റ് ആയി ആലോചിച്ച് വെക്കും. മനസ്സിലായോ? ഈ ഇന്നോവേഷന്റെ ഒക്കെ ഗുണമെന്ന ഈ ഇന്നോവേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ DST ഇങ്ങനെ കുറെ സംഘടനകള് ഫണ്ട് തരാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും പോയി അപ്ലൈ ചെയ്താലേ ഫണ്ട് തരാൻ പറ്റുള്ളൂ. അവരാരെങ്കിലും നമ്മളെ വിളിച്ചു ഇവിടെ വന്നു വെച്ചാൽ നിനക്ക് ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഫണ്ട് തരാമെന്ന് പറഞ്ഞെങ്കിൽ വരില്ലല്ലോ. ഇഷ്ടംപോലെ ഫണ്ടുകള് സ്റ്റുഡൻസിന് ഇഷ്ടംപോലെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ തരുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുക, ഏതൊക്കെയായാലും അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളതും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതും മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്യേണ്ട ഏതിനൊക്കെയാണെന്നുള്ളതും ഈ ഓരോന്നിനും വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ടീച്ചേഴ്സിന് പാസ് ചെയ്ത് കൊടുത്തേക്കാം. മനസ്സിലായി? അപ്പൊ കിട്ടുമ്പോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫ്രീ അവറുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ 1, 2, 3 പേരിരുന്ന് നിങ്ങളുടെ റിയൽ ലൈഫ് പ്രോബ്ലത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നതൊക്കെയാണ് ഇന്നോവേഷൻ. ഈ ഇന്നോവേഷൻ ഈ റോയൽറ്റി രംഗത്തിൽ അങ്ങനെ എത്തും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇന്നോവേഷൻ ഞാൻ പറഞ്ഞല്ലോ, ടിപ്പു എന്ന് പറഞ്ഞ സാറ് പാര കണ്ടുപിടിച്ചു. ഓരോ പാര വിൽക്കുമ്പോഴും അതിന്റെ ഒരു പെർസെന്റേജ് ആ സാറിന് ഇന്ത്യയിലുണ്ടെങ്കിൽ ആരുടെ പാര വിറ്റാല് വിളിക്കുന്നു. വേറെ രാജ്യങ്ങളിൽ പറ്റത്തില്ല. കാരണം പേറ്റന്റ് എടുക്കുന്നത് ഇന്ത്യയിലുള്ളത് ഇന്ത്യ മാത്രം വാലിടും. പേറ്റന്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു ഇന്നോവേഷൻ കണ്ടുപിടിച്ച ആ ഇന്നോവേഷൻ വേറെ ആരെങ്കിലും കട്ടോണ്ട് പോവാതിരിക്കാൻ നമ്മൾ നമ്മുടേതാണെന്നും പറഞ്ഞ് നമ്മുടേതാക്കി ലേബലടിച്ച് വെക്കുന്ന പ്രോസസ്സിനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? കോപ്പിറൈറ്റ് ഒക്കെ കേട്ടില്ലേ? കോപ്പിറൈറ്റ് നമ്മൾ റിട്ടേൺ ആണെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് എടുത്തു വയ്ക്കും. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാല് അതേ കോപ്പി ആരെങ്കിലും എഴുതി വെച്ചാൽ കോപ്പിറൈറ്റ് വയലേഷൻ ആണ്. പാർട്ടി യൂട്യൂബുകാർ പലതും ക്ലീൻ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ പാർട്ടിയുടെ സ്ഥലത്ത്. കോപ്പിറൈറ്റ് വയലേഷൻ വരാതിരിക്കാൻ പല സാധനങ്ങളിലും അല്ലെ? അതാണ് കോപ്പിറൈറ്റ്. ഈ കോപ്പിറൈറ്റിന്റെ ഹാർഡ്വെയർ സാധനമാണെങ്കിൽ അതിന് പേറ്റന്റ് എന്നാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് കോപ്പിറൈറ്റ് ആണ്. നമ്മള് ഇപ്പൊ ആർട്ടിക്കിളുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോ ജേർണൽ പേപ്പറുകളോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം കോപ്പിറൈറ്റ് ആണ്. അതായത് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന മാതിരി നമുക്ക് തൊടാൻ പറ്റുന്ന ഹാർഡ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എടുക്കുന്നതിനെ പേറ്റന്റ് എന്നും, സോഫ്റ്റ്വെയറോ ബാക്കിത്തേതായിട്ടോ റിട്ടറായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും കോപ്പിറൈറ്റുമാണ്. മനസ്സിലാവും? അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, നമ്മുടേതാണ് സാധനം. അപ്പൊ ഈ പേറ്റന്റുകൾ തന്നെ ഡിസൈൻ പേറ്റന്റ് ഉണ്ട്, ഈ ട്രേഡ് പേറ്റന്റ് ഉണ്ട്, ഇന്നോവേഷൻ പേറ്റന്റ് ഉണ്ട്. ഇങ്ങനത്തെ പല സാധനമുണ്ട്. ഡിസൈൻ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഇങ്ങനെ ഇരിക്കുന്ന കസേരയില് എക്സിസ്റ്റിംഗ് അല്ലാത്ത ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ അത് ഡിസൈൻ പേറ്റന്റ്. ഇപ്പൊ ഇങ്ങനെ ഡിസൈൻ മാറ്റി. മനസ്സിലായോ? ഈ ഇരിക്കുന്നതിനകത്ത് നമ്മൾ എന്തെങ്കിലും വേറെ ഒരു അഡീഷണൽ സൗകര്യം ഉണ്ടാക്കി വെച്ചു. ഈ സ്പീക്കറിൽ എക്സിസ്റ്റിംഗ് സൗകര്യം അല്ല, അതുകൊണ്ട് യൂസ്ഫുള്ളുമാണ്. ഇപ്പൊ ഇരിക്കുന്ന ഡിസൈനിന് ചെറിയൊരു മാറ്റം. മനസ്സിലായോ? അത് ഡിസൈൻ പാറ്റേൺ ആയി. അയാൾ കണ്ടുപിടിച്ച പുതിയ ഡിസൈനാണ്. അതാണ് ഡിസൈൻ പാറ്റേൺ. അപ്പൊ ഇന്നോവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ സാധനം
കോളേജിൽ എംപ്ലോയ് ഉണ്ട്. ആരെങ്കിലും ആ എംപ്ലോയ് ഉപയോഗിച്ച് എന്നാ സംഭവിക്കും? പണി കിട്ടും. ശാന്തിഗിരി കോളേജ് കേസ് കൊടുത്താൽ ശാന്തിഗിരി കോളേജ് കേസ് കൊടുത്തിട്ട് ചോദിച്ച നഷ്ടപരിഹാരം എടുക്കേണ്ടി വരും ഇല്ലേ? അത് അവർ യൂസ് ചെയ്യുന്ന ട്രേഡിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന് യൂസ് ചെയ്യുന്ന എംപ്ലോയ് അത് പിന്നെ വേറെ എടുക്കാൻ പാടില്ല. അതിന് കോപ്പിറൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ പേറ്റന്റ് ഉണ്ട്. ഗ്രഹിക്കും. ഇതേപോലെയുള്ളതാണ് ഇന്നോവേഷന്റെ പേറ്റന്റ്. നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനത്തിന് ഉള്ള പേറ്റന്റ്. അതിൽ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള പേറ്റന്റ് എന്ന് പറയുന്നത് ഇന്നോവേഷന്റെ പേറ്റന്റ്. ഇനി നിങ്ങൾ PCIക്ക് നിങ്ങൾക്കുള്ള കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അപ്പോൾ MCAക്കാരും BCAക്കാരും ഒക്കെ ജേർണൽ പബ്ലിക്കേഷനും പേപ്പർ പബ്ലിക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. പേപ്പർ പബ്ലിക്കേഷനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ ഇല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞവർ കേൾപ്പിക്കും കോൺഫറൻസ് ഒക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ പേപ്പർ പബ്ലിക്കേഷന് പല കാറ്റഗറികളുണ്ട്. ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അതായത് UGC അപ്രൂവ്ഡ് ജേർണലുകളിലുള്ള പബ്ലിക്കേഷൻ, സ്കോപ്പസ് ഇൻഡസ്ട്രി ജേർണലുകളിലുള്ള പബ്ലിക്കേഷൻ, ഇതൊക്കെ ഓരോ കാറ്റഗറി ഇൻഡെക്സിംഗ് ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് ഈ ഇൻഡെക്സിന്റെ കാറ്റഗറി ഒക്കെ. സ്കോപ്പസ് UGC അതിൽ ഏറ്റവും ചെറുത, സാധാരണ ജേർണൽ കഴിഞ്ഞാൽ UGC കഴിഞ്ഞാൽ സ്കോപ്പസിന്റെ മേളിൽ ഏറ്റവും മേളിൽ എന്ന് പറയുന്ന പാർട്ടിയാണ് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ജേർണലുകൾ. അതിൻ്റെ അടുത്ത പേപ്പറുകളിൽ നമ്മൾ ജേർണലിൽ ആർട്ടിക്കിളൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് കിട്ടാനും പബ്ലിഷ് ചെയ്ത് വരാനൊക്കെ ഭയങ്കര പാടാണ്. ഹൈ സ്റ്റാൻഡേർഡ് പേപ്പറുകൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ജേർണലുകളാണ് ഈ പറഞ്ഞ SCI എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഒരു പേപ്പർ എഴുതാൻ വേണ്ടി ഓരോരുത്തർ മുട്ടയിടുക. അതുകൊണ്ട് കഷ്ടപ്പാട്. ആ പേപ്പറുകളിനേക്കാളും വിലയുള്ള സാധനമാണ് പേറ്റന്റ്. പേറ്റന്റിന്റെ വില SCI ഇൻഡെക്സ്ഡ് പേപ്പർ പബ്ലിക്കേഷന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇന്നോവേഷൻ നമ്മൾ പേറ്റന്റ് എടുത്താൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് വിചാരിച്ചു നോക്കി. നമുക്കിത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മൾ ബയോഡാറ്റ ഫൈനൽ ഇയർ ആകുമ്പോഴാണ് ബയോഡാറ്റയുടെ കാര്യമൊക്കെ ആലോചിക്കുന്നത്. MCAക്കാർക്ക് പേര് S3 യഥാർത്ഥത്തിൽ ബയോഡാറ്റ അന്വേഷിക്കുന്ന സമയമൊക്കെ ആയി അല്ലേ? അപ്പൊ ബയോഡാറ്റ എടുക്കുമ്പോൾ ബയോഡാറ്റയിൽ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫീൽ ചെയ്തൊരു പ്രോബ്ലം ഉണ്ട്. എന്തുവാ? പേര്, നാട്, അഡ്രസ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഇൻട്രസ്റ്റ്, ഹോബീസ്, വീക്ക്നെസ്, ഇതൊക്കെ കഴിയുമ്പോ എന്തായി? പിന്നെ ശൂന്യതയാണ്. പിന്നെ ഇല്ല അല്ലേ? അത് എഴുതുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ എത്രയും നേരത്തെ ബയോഡാറ്റ എഴുതാൻ തുടങ്ങിയാല് ഈ ശൂന്യത നേരത്തെ കിട്ടും. അപ്പൊ പിന്നെ വല്ല സർട്ടിഫിക്കേഷൻ പോവോ, വല്ല കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുവോ, വല്ല വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുവോ, എല്ലാവരും പരിപാടി ചെയ്യുവാണെങ്കിൽ ബയോഡാറ്റയുടെ താഴേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ മനസ്സിലായ നേരത്തെ എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലേസ്മെന്റിൽ ആൾക്കാർ വരുമ്പോൾ കോഴ്സ് സർട്ടിഫിക്കേഷൻ എഴുതാൻ എന്താണ് ഉണ്ടായത്? കോഴ്സ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ നടക്കുക. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യമൊക്കെ വരുമ്പോൾ നമ്മളൊരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ, ഒരു ഫണ്ട് നമുക്കുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി പ്ലേസ്മെന്റ്. ഒരു ഫണ്ടഡ് പ്രോജക്റ്റ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ കമ്പനി വേറെ ഒന്നും നോക്കത്തില്ല. മനസ്സിലായോ? ഒരു ഇന്നോവേഷന്റെയും ഒരു പേറ്റന്റിന്റെയും വിലയാണ്. ഒരു പേറ്റന്റിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാല്യൂ ആണ് ഒരു പേറ്റന്റ് ഉണ്ടെന്ന് പറയുന്നത്. പേറ്റന്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ പൈസ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആ പൈസ കൊടുക്കാൻ ഒരു കോളേജും കാര്യങ്ങളും റെഡിയാവും. കാരണം പേറ്റന്റിനുള്ള വാല്യൂ അത്ര വലുതാണ്. ഇനി നമ്മളൊരു സാധനം, നമ്മളൊരു ഇന്നോവേഷൻ കണ്ടുപിടിച്ചു, നമ്മുടേതായിട്ട് നമ്മൾ പേറ്റന്റ് എടുത്തു, ഇത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാൻ. ഇപ്പൊ ഈ പറയുന്ന കോഫി കൊടുക്കാനും ജോൺസ് കൊടുക്കാനും കൊണ്ട് വിപണിയിലുള്ള ആൾക്കാർ മുഴുവൻ അവരുണ്ടാക്കിയ പ്രോഡക്റ്റാണോ വിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരുണ്ടാക്കി അവര് ഫോർമുല കണ്ടുപിടിച്ച് ആണ് അവർ ഈ പരസ്യമൊക്കെ ചെയ്ത് അവർ വിൽക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്നും അവരുടെ അല്ല. അവര് ബിസിനസ് പണിയിരിക്കുന്നേ ഉള്ളൂ. ഈ ഐഡിയ ഒക്കെ നാട്ടുകാരുടേതാണ്. ഒന്നുമില്ലേ അവൻ പേറ്റന്റ് കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പേറ്റന്റ് എടുത്തിരിക്കുന്ന ആൾക്ക് അതിന്റെ പെർസെന്റേജ് കൊടുക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ അവരുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ആരാണോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവൻ അതിന് പേറ്റന്റിന് അവകാശമുണ്ട്. ആ പേറ്റന്റ് കൊടുത്ത ആളാണോ അയാൾക്ക് അവരെ കാലാകാലം ആ സാധനം വിൽക്കുമ്പോൾ ഒരെണ്ണത്തിന് ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്തിനാ ഈ ഓരോരോ ഓർഗനൈസേഷൻസും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനികളും ഒക്കെ മുക്കിന് പ്രോജക്ട് കോമ്പറ്റീഷൻ എന്ന പേരിൽ സാധനം പരിപാടി നടത്തുന്നതിനെ ചിന്തിച്ചിട്ടുണ്ടോ? പല പ്രോജക്ട് കോമ്പറ്റീഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? പലയിടത്തും കോളേജുകാരും നടത്തുന്നുണ്ട്, ഗൂഗിളുകാരും നടത്തുന്നുണ്ട്, AWS നടത്തുന്നുണ്ട്. മുക്കിന് എവിടെ നോക്കിയാലും ഹാക്കത്തോൺ. ഇവർക്ക് എന്തിനാ ഹാക്കത്തോൺ നടത്തണം? പ്രത്യേകിച്ച് ഈ ഗൂഗിളുകാരൊക്കെ എന്തിനാ ഹാക്കത്തോൺ നടത്തണേ?
അവര് കാഴ്ചത്തോട് നടത്തുന്നുണ്ട്, എന്നിട്ട് പ്രൈസ് പറയുന്നുണ്ട് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 2 കോടി രൂപ, 3 കോടി രൂപ, 1.5 കോടി രൂപ. നമ്മുടെ നോട്ട് എവിടെയാ? 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 1.5 കോടി രൂപ പ്രൈസ് കിട്ടിയാണ് അല്ലേ? പൈസയും മേടിച്ച് പോക്കറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹാപ്പി, നമുക്ക് കിട്ടാനുള്ള സാധനം കിട്ടി. പക്ഷെ അവർക്ക് എന്താ കിട്ടിയത്? നമ്മൾ വഴി ഒരു ഇന്നോവേഷൻ നമ്മൾ അവിടെ പോയി ഉണ്ടാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇന്നോവേഷന്റെ വില നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവർ തന്ന പൈസ മേടിച്ച് പോക്കറ്റിലിട്ട് ഇങ്ങോട്ട് പോന്നു. ആ പൈസയിരിക്കുന്ന പൈസയുടെ 200 ഇരട്ടി അവരാ പറയുന്ന ഇന്നോവേഷൻ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? അവരെ പോലുള്ള കമ്പനികളില് വർക്ക് ചെയ്യുന്ന ആളുകള് ഒരു 30+ മോളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടാവും, പല കമ്പനികളിലും 40 മോളിലേക്കുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ പിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മുടെ ഈ കാലത്താണ്. നമുക്ക് സാലറിയൊക്കെ അവർ ഇപ്പോൾ ഈ കാലത്താണ് തന്നെ. ഇതൊക്കെ കഴിഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞെന്ന് അവർ പറയും. അവർക്ക് എന്തെങ്കിലും ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാർ മതിയാവും. മനസ്സിലായോ? അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള സമയത്ത് നമുക്ക് മാക്സിമം ഒരു പൊസിഷനിലെത്തി ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അസറ്റായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാർ എവിടെയായിരിക്കുന്നത്? കോളേജുകളിലും ഇതുപോലെയുള്ള ഇരിക്കുന്ന ആളുകളൊക്കെയാണ് ഈ ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് അവര് പ്രോജക്ട് കോമ്പറ്റീഷൻ ആർക്ക് വയ്ക്കും? പിള്ളേർക്ക് വയ്ക്കും. അവരെന്തെങ്കിലും സാധനം നല്ലപോലെ ഇരിക്കും. നിങ്ങളുടെ പതി ഇളക്കുന്നില്ലെങ്കിലും സാധനം ഇരിപ്പുണ്ട്. മനസ്സിലായോ? അത് അവർ മുന്നിലെടുത്തോണ്ട് നോക്കുന്നതാണ്. അവർ ഈ പ്രോജക്ട് കോമ്പറ്റീഷൻസ് ഒക്കെ വെച്ച് എടുക്കുന്നത്. പേറ്റന്റിനെ കുറിച്ചും ഇന്നോവേഷനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്ന് ചോദിക്കാനും പറയാനും പോയി ഇങ്ങനെ പരിപാടികൾ പോകും. മനസ്സിലായോ? അപ്പോൾ ഒരു പേറ്റന്റിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇന്നോവേഷൻ കണ്ടുപിടിച്ചാൽ അത് ആജീവനാന്ത കാലം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ഇൻകം എന്ന് കണ്ടാൽ അതിന് ഏതെങ്കിലും വഴിയിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. പല പ്രാവശ്യം ആലോചിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ ആലോചിക്കും. നമ്മൾ ആലോചിക്കണ്ട സ്ട്രെയിനിട്ട്. നമ്മൾ വേറെ വഴിക്കൊക്കെ പോയാലും അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും ഇല്ലേ? അത് നമ്മൾ അന്നേരം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? അല്ല, നമ്മുടെ ഒരുപാട് മനസ്സ് നമ്മളൊരു പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇൻപുട്ടുകൾ പല സ്ഥലത്തു നിന്ന് നമ്മുടെ മനസ്സെടുത്തോണ്ടിരിക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ആ ഇൻപുട്ട് എല്ലാം കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി കഴിക്കും. അത് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുക, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, മിസ്സേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവര് അതിന്റെ അകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഉണ്ടാകും ഇന്നോവേഷൻ ഉണ്ടാവുന്നത്. ആ ഇന്നോവേഷൻ എന്താവുന്നത്? അതാണ് IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആവുന്നത്. അതാണ് പിന്നീട് റോയൽറ്റി ഇൻകം ഉണ്ടാക്കി തരുന്നത്. അതാണ് ഫണ്ടഡ് പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അതിലൂടെയാണ് സ്റ്റാർട്ടപ്പുകളിലേക്കും ഇന്നോവേഷനിലേക്കും എന്റർപ്രണർഷിപ്പിലേക്കും എത്തുന്നത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? Any questions? കേട്ടല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ കുറച്ച് പേർക്ക് കണ്ണു തുറന്ന് ഉറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ആരുടെയൊക്കെ പഠിച്ചത് ഞങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻസ് ഇല്ല? ഒന്നുമില്ല, ഒന്നും മനസ്സിലായിട്ടാണെങ്കിൽ മനസ്സിലായി. ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ 2 കാര്യങ്ങളാക്കുള്ളൂ. questions of it now. Thank you all.